തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉദിച്ചുയർന്നിട്ടും അധികാരത്തിലേറാൻ കടമ്പകൾ ഒഴിയാതെ നടനും ടി.വി.കെ നേതാവുമായ വിജയ് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് രണ്ടാം വട്ടവും തന്നെ സന്ദർശിച്ച് വിജയനോട് കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ 118 എം.എൽ.എമാരുടെ പിന്തുണ വ്യക്തമാക്കുന്ന കത്ത് ഹാജരാക്കാൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കർശന നിർദ്ദേശം നൽകി. പിന്തുണക്കത്ത് ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും ഗവർണർ വിജയെ മടക്കി അയച്ചതോടെ തമിഴകത്തെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പുവരുത്തുന്ന കത്ത് നിർബന്ധമായും നൽകണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. കേവല ഭൂരിപക്ഷത്തിനു വേണ്ട എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പുവരുത്താനാകാത്തതിനെ തുടർന്ന് വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അനിശ്ചിതത്വത്തിലായി. കോൺഗ്രസിന്റെയും ഇടതുകക്ഷികളുടെയും സഹായം ടി.വി.കെ തേടിയെങ്കിലും കോൺഗ്രസ് മാത്രമാണ് നിലവിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗും സി.പി.എം, സി.പി.ഐ പാർട്ടികളും ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. വ്യാഴാഴ്ച വിജയും ഗവർണർ രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോഴും സർക്കാർ രൂപവൽക്കരണത്തിന് ആവശ്യമായ എം.എൽ.എമാരുടെ പിന്തുണ രേഖാമൂലം നൽകാൻ വിജയ്ക്ക് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് വീണ്ടും വിജയ് ഗവർണറെ കണ്ടത്. ഇത്തവണയും പിന്തുണയ്ക്കുന്ന അംഗങ്ങൾ ഒപ്പിട്ട കത്ത് വിജയ് ഹാജരാക്കിയിരുന്നില്ല. ഭാവി സഖ്യത്തെക്കുറിച്ചും ഗവർണർ വിജയോട് ചോദിച്ചറിഞ്ഞു എന്നാണ് വിവരം. 2 ഇടതു പാർട്ടികളുടെയും 2 പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നും ഇവരിൽ 6 എം.എൽ.എമാരുണ്ടെന്നും ടി.വി.കെ ഗവർണറോട് വ്യക്തമാക്കി. വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ താൻ തയ്യാറാണെന്ന് വിജയ് ഗവർണറെ അറിയിച്ചു. തുടർന്നാണ് പിന്തുണ വ്യക്തമാക്കുന്ന കത്തുമായി വരാൻ ഗവർണർ നിർദ്ദേശിച്ചത്. അതേസമയം സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഗവർണർ ആവശ്യപ്പെട്ടതിനെതിരെ വിജയ് കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു എന്നാണ് വിവരം. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയോട് ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയതായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ബുധനാഴ്ച വൈകുന്നേരം ഗവർണറെ കണ്ട് വിജയ് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ നടന്ന രണ്ടാം കൂടിക്കാഴ്ചയിലും പിന്തുണയ്ക്കുന്ന അംഗങ്ങൾ ഒപ്പിട്ട രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകളാണ് ടി.വി.കെ നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് 118 പേരുടെ പിന്തുണ വേണമെന്നിരിക്കെ നിലവിൽ കോൺഗ്രസിന്റെ 5 എം.എൽ.എമാരുടെ പിന്തുണ മാത്രമാണ് ടി.വി.കെക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതോടെ അംഗസംഖ്യ 113 നിൽക്കുകയാണ്. 2 സീറ്റുകൾ വീതമുള്ള വി.സി.കെ, സി.പി.ഐ, സി.പി.എം കക്ഷികളുമായി ടി.വി.കെ ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും അവർ ഇതുവരെ രേഖാമൂലം പിന്തുണ അറിയിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പിന്തുണ നൽകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറുടെ കർശന നിലപാടിനെതിരെ വിജയ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു എന്നാണ് സൂചന. സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഗവർണർ ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദമാണ് ടി.വി.കെ ഉയർത്തിയത്. മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയുമായി വിജയ് ഇതിനോടകം തന്നെ നിയമോപദേശം തേടിക്കഴിഞ്ഞു. സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ താൻ തയ്യാറാണെന്നും അതിനാൽ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നാണ് വിജയുടെ നിലപാട്. എന്നാൽ ഡി.എം.കെ, എ.ഐ.എ.ഡി.എം.കെ മുന്നണികളുടെ ആകെ അംഗസംഖ്യ ടി.വി.കെ പക്ഷത്തേക്കാൾ കൂടുതലായതിനാൽ പിന്തുണയുടെ കാര്യത്തിൽ തനിക്ക് ബോധ്യപ്പെടണമെന്ന് ഗവർണർ വ്യക്തമാക്കി. അതിനിടെ തമിഴ്നാട് രാഷ്ട്രീയം കുതിരക്കച്ചവടത്തിന്റെ ഭീതിയിലായിരിക്കുകയാണ്. പാർട്ടിയിലെ ഒരു വിഭാഗം ടി.വി.കെയിലേക്ക് ചേക്കേറുമെന്ന സൂചനയെ തുടർന്ന് അണ്ണാ ഡി.എം.കെ തങ്ങളുടെ 25 എം.എൽ.എമാരെ പുതുച്ചേരിയിലെ ദി ഷോർ ട്രിഷം റിസോർട്ടിലേക്ക് മാറ്റി. ടി.വി.കെയെ ഒരു സാഹചര്യത്തിലും പിന്തുണയ്ക്കില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആവർത്തിച്ചു. അതേസമയം ബി.ജെ.പി വിരുദ്ധ നിലപാടും ഭരണ പങ്കാളിത്തവും ഉപാധി വെച്ചാണ് കോൺഗ്രസ് പിന്തുണ നൽകുന്നത്. വർഗീയ പാർട്ടികളെ സഖ്യത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന കർശന വ്യവസ്ഥയും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സഖ്യ സാധ്യതകളെക്കുറിച്ച് ഗവർണർ ആരാഞ്ഞപ്പോൾ 2 ഇടതു പാർട്ടികളുടെയും 2 പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് വിജയ് അവകാശപ്പെട്ടെങ്കിലും ഇതിന്റെ കത്ത് ഹാജരാക്കണമെന്നാണ് ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഇതോടെ തമിഴ്നാട്ടിലെ ഭരണസ്തംഭനത്തിന് അന്ത്യം കുറിക്കാൻ വിജയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ഉറ്റുനോക്കുകയാണ് രാജ്യം.